ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജികളോ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയോ ഒന്നുമല്ല. വളരെ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യം ഒന്നുകൂടി കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ബിസിനസ് ടൂൾ ഒന്ന് റീഡിസ്കവർ ചെയ്യാൻ, ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാണ്. ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ ഒന്ന് തിരിച്ചറിയാൻ, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന തിരക്ക് പിടിച്ച ലാഭം മാത്രം അന്വേഷിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് എന്താണോ അത് മനസ്സിലാവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആളുകളെക്കാൾ വലുത് ലാഭമാണ്, പുഞ്ചിരികളെക്കാൾ വലുത് സൈൻ ചെയ്ത് കിട്ടാനുള്ള ചെക്ക് ലീഫാണ്, ബന്ധങ്ങളെക്കാൾ വലുത് കരാറുകളാണ്. നമുക്ക് ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി നോക്കിയാലോ? കച്ചവടത്തിന് മുകളിൽ ബന്ധങ്ങളെ നമുക്ക് പരിഗണിച്ചു തുടങ്ങിയാലോ? ബിസിനസ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻ്റെയും, ഓരോ ഇടപാടിൻ്റെയും, ഓരോ പാർട്ട്ണർഷിപ്പിൻ്റെയും മറുഭാഗത്ത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യരൊക്കെയും ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, വിശ്വസ്തത ആഗ്രഹിക്കുന്നവരാണ്, മനസ്സിലാക്കപ്പെടണമെന്നും അംഗീകരിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിലയും അതിൻ്റെ ഫീച്ചേഴ്സും മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരുടെ റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ, അതും അല്ലെങ്കിൽ ആ കമ്പനിയുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വിജയിച്ച ഓരോ സംരംഭവും കെട്ടിയുയർത്തപ്പെട്ടിട്ടുള്ളത് ബന്ധങ്ങളുടെ അടിത്തറയിലാണ്. അത് നമ്മൾ പുതിയ അവസരങ്ങളിലേക്ക്, വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലേക്ക്, വിശ്വസ്തരായ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ആ ബന്ധങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ ഉയർച്ചകളിൽ അവർ നിങ്ങളോടൊപ്പം ചേർന്ന് നടക്കും. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ്. കേവല ലാഭത്തിന് അപ്പുറത്തുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുമുണ്ട്. ഇമോഷണൽ സപ്പോർട്ട്, ജെനുവിനായിട്ടുള്ള അംഗീകാരങ്ങൾ, നമ്മുടെ തന്നെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത്, ഇതൊക്കെയും എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹങ്ങളാണ്. തീർച്ചയായിട്ടും ബന്ധങ്ങൾ നോക്കാതെയുള്ള ബിസിനസ്സും സാധ്യമാണ്. പക്ഷെ അത് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ്. നമുക്ക് ആത്മസംതൃപ്തി തരാത്ത ഒന്നാണ്. പക്ഷെ ബന്ധങ്ങളിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ബിസിനസ് സാധ്യതകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. സത്യസന്ധമായിട്ട് നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഉറപ്പായിട്ട് അതിന് പിന്നാലെ ബിസിനസ്സും വരുന്നുണ്ട്. വിജയിച്ച ഏതൊരു ബിസിനസ്സുകാരനെയും നിങ്ങൾ നോക്കിക്കോളൂ. അവരുടെ പ്രൊഡക്റ്റും സർവീസും മാത്രമല്ല അവരെ വിജയിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. അർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് കഴിഞ്ഞത് കൊണ്ട് കൂടിയാണ് അവർ ലോകമറിയുന്ന സംരംഭകരായത്. ബന്ധങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണെന്ന് ഷിഫ്റ്റ് ചെയ്യുക? 3-4 ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ളവരിലെ ജെനുവിനായിട്ടുള്ള താല്പര്യം നമ്മൾ കാണിക്കുക. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുക. നമ്മുടെ സമയം, നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കരുത്. നമ്മുടെ വാക്കുകൾ പാലിക്കപ്പെടുന്നുണ്ട് എന്നുറപ്പാക്കുക. അവരുടെ വിജയങ്ങൾ കൂടി നമ്മൾ അങ്ങ് ആഘോഷിക്കുക. ട്രസ്റ്റും ഗുഡ്വില്ലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അതാണ് നമ്മളെ നല്ല ബന്ധങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാത്തിൻ്റെയും അവസാനം വിജയത്തിൻ്റെ അളവുകോലെന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മാത്രമല്ലെന്ന്, അത് നമ്മൾ തൊട്ട ജീവിതങ്ങളും നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങളും നമ്മൾ അവരിലുണ്ടാക്കിയ പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയും. ചുരുക്കത്തിൽ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബന്ധങ്ങൾ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ബന്ധങ്ങൾ വിജയിക്കുന്നൊരു ബിസിനസ്സിനുള്ള താക്കോൽ മാത്രമല്ല, സഫലമാകുന്നൊരു ജീവിതത്തിൻ്റെ താക്കോൽ കൂടിയാണ്. അതുകൊണ്ട് ഇനിയൊരു സമയത്ത് ബിസിനസ്സിനും ബന്ധങ്ങൾക്കും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമാകുമ്പോൾ എനിക്ക് ബന്ധം മതി എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. ആ ബന്ധമാണ് കൂടുതൽ ബിസിനസ് കൊണ്ടുവരികയാണ്, കൂടുതൽ ലാഭം കൊണ്ടുവരികയാണ് കാലം പറഞ്ഞു.